ഹായ്, വെൽക്കം ബാക്ക് ടു PSC അക്കാദമി. നമുക്ക് ഇന്ന് LDCയുടെ ഭാഗമായിട്ട് IT-യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമേ. ഇതെന്ന് പറയുമ്പോൾ എന്താണ് 2021 തൊട്ട് 24 വരെ ചോദിച്ചിട്ടുള്ള IT-യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നമുക്ക് ആ സിലബസ് ഒന്ന് നോക്കിയിട്ട് ബാക്കി ക്വസ്റ്റ്യനിലോട്ട് പോകാമേ. നോക്കിയിട്ട് ആകെ 3 മാർക്കാണ് IT-ക്ക് വരുന്നത്. ഈ 3 മാർക്കാണ്. ഇതിനെ തന്നെ ഇവര് 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ആക്കി മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയി സാധാരണ ചോദിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി ലാസ്റ്റ് ഈ പറഞ്ഞിട്ടുള്ള സൈബർ ക്രൈംസും സൈബർ ലോസും എന്നുമാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുള്ളത്. അപ്പൊ നോക്കിയിരിക്കുക, ഇത് ഇച്ചിരി ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് IT എന്ന് പറഞ്ഞ സെക്ഷൻ. നമുക്ക് ആ ഒറ്റ ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും എപ്പോഴും ചോദിക്കുന്നത്. മിക്കവാറും നല്ല എപ്പോഴും ചോദിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഹ്യൂമാനിറ്റീസിന്റെ ഒരു ടെക്സ്റ്റ്, IT-യുടെ ഒരു ടെക്സ്റ്റ് വെച്ചിട്ടാണ്. അപ്പൊ അത് നമ്മൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസിനെയും ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ ഹബ്ബ്, റൂട്ടർ, റിപ്പീറ്റർ, ഗേറ്റ്വേ എന്നുള്ള സെക്ഷൻ നെറ്റ്വർക്കിന്റെ സെക്ഷനിൽ വരുന്നതാണ്. നോക്കി ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് എന്ത്, റിപ്പീറ്റർ എന്നുള്ളത് അല്ലെ. റിപ്പീറ്റർ എന്ന് പറയുന്ന സംഭവം എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ സിഗ്നലിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണെന്ത്, റിപ്പീറ്റർ. നിങ്ങൾ ആൻസർ പറയാൻ ഒക്കുമോ നോക്കി, ഇതിന്റെ ആൻസർ എന്താണ്? ഡി ആണ്. നോക്കിയേ, ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഹബ്ബ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹബ്ബ് എന്ന് പറയുമ്പോൾ പല കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ത്, ഹബ്ബ്. അപ്പൊ ഹബ്ബ് എന്ന് പറയുമ്പോൾ നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന സാധനമാണെന്ത്, ഹബ്ബ് എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇനി ഈ ഹബ്ബ് കഴിഞ്ഞ് വരുന്ന ഒരു സാധനമാണ് സ്വിച്ച് എന്നൊരു സംഭവമുണ്ട്, സ്വിച്ച്. അപ്പൊ ഈ ഹബ്ബ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്, പല കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാണ്. പക്ഷെ എന്തില്ല, അതിന് സ്വിച്ചിന്റെ അത്രയും പാക്കറ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്ത സാധനമാണ് ഹബ്ബ്. അപ്പൊ ഹബ്ബിന്റെ കൂട്ട് തന്നെ വേറൊരു സംഭവമാണ് സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇനിയും സ്വിച്ച് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സംഭവമാണ് ബ്രിഡ്ജ് എന്നൊരു സംഭവമുണ്ട്, ബ്രിഡ്ജ്. സ്വിച്ച് കഴിഞ്ഞിട്ട് ബ്രിഡ്ജ് എന്നൊരു സംഭവമുണ്ട്. ഈ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാ യൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയ നെറ്റ്വർക്കിനെ സെഗ്മെന്റേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ. ഒന്നുമില്ല, ഒരു വലിയ നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്കിന്. ബ്രിഡ്ജ് കഴിഞ്ഞ് വരുന്ന സംഭവമാണ് ഈ പറഞ്ഞ റൂട്ടർ എന്നുള്ളത്. എന്താണ്? അപ്പോൾ ഓർത്തിരിക്കുക, ഈ റൂട്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് പല നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യുന്ന സാധനമാണ് റൂട്ടർ. എന്താണ്? പല നെറ്റ്വർക്കിനെ, 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്ന സംഭവമാണ് റൂട്ടർ. അപ്പൊ എന്താണ്? 2ന്റെ ആൻസർ എന്താണ്? സി ആണ്. നമ്മൾ പറഞ്ഞു റിപ്പീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കിന് സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടുന്ന സംഭവമാണ് റിപ്പീറ്റർ എന്ന് പറയുമ്പോൾ. അപ്പൊ 3ന്റെ ആൻസർ ബി ആണ്. ഇനി ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ എന്താണ്? പല IP, പല പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന ഡിവൈസസിനെ കണക്ട് ചെയ്യുന്ന സംഭവമാണെന്ത്, ഗേറ്റ്വേ എന്ന് പറയുമ്പോഴത്തേക്കിനെ. അത് ഓർത്തിരിക്കുക. അപ്പൊ അതാണ് ഡി ആണ് ഇതിന്റെ ആൻസറെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇത് തെറ്റിക്കാതെ തന്നെ നോക്കണം. ഈ ആൻസർ നോക്കി, ക്വസ്റ്റ്യൻ ഇതാണ്: കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡേറ്റയും ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സപ്ലിമെന്ററി മെമ്മറി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഇതിന്റെ ആൻസർ? ഏതാണ്? ഓർത്തിരിക്കുക, ക്യാഷ് മെമ്മറി ആണ് കേട്ടോ. ക്യാഷ് മെമ്മറി ആണ്. നമ്മൾ കമ്പ്യൂട്ടർ പെട്ടെന്ന് വേണ്ട ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാൻ എടുക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ ക്യാഷ് മെമ്മറി ആണ്. നമുക്കറിയാം ഈ റാമും റോം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി മെമ്മറി സെക്ഷനിൽ വരുന്നതാണ്. പക്ഷെ നമ്മുടെ PSCയുടെ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ പ്രകാരം റാമിനെയാണ് അവരെടുത്ത്, ഈ റാമിനെയാണ് മിക്കവാറും അവരെടുത്ത് എന്ത് പറയുന്നത്, പ്രൈമറി മെമ്മറി എന്ന് വിളിക്കുന്നത്. മിക്കവാറും റാമിനെ തന്നെ എടുത്താണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, ഫ്ലാഷ് മെമ്മറി ഒക്കെ നമുക്ക് സെപ്പറേറ്റ് പഠിക്കേണ്ടതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ക്യാഷ് മെമ്മറി എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഈ നോക്കുക, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ സൈബർ സെക്യൂരിറ്റി ആൻഡ് സൈബർ ക്രൈംസ് എന്നൊരു പോർഷൻ ഉണ്ടല്ലോ, അതിലെ സൈബർ ക്രൈമിന്റെ പോർഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നോക്കി എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള അറ്റാക്ക് ചെയ്യുന്ന ഒരാൾ ഒരു വെബ്സൈറ്റിന്റെ ക്ലോൺ ക്രിയേറ്റ് ചെയ്തിട്ട് എന്തോ ചെയ്യും, നമ്മുടെ ഇരയ്ക്ക് ക്ഷുദ്രമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പർ, ഉപയോക്ത നാമങ്ങൾ, പാസ്വേഡുകൾ മുതലായ പോലുള്ള സെൻസിറ്റീവ് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ ഒരു ഫിഷിംഗ് സാങ്കേതിക വിദ്യത്തെ എന്ത് പറയുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കോളുക, നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാർഡിന്റെ ഡേറ്റ എന്ന് എഴുതുന്ന ഒറ്റയടിക്ക് കയറി
എന്താണ് നമ്മുടെ ഫിഷിംഗ് ആണെന്ന് വിചാരിക്കരുത്. ഇവർ ആദ്യം എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ ഒരു വെബ്സൈറ്റിന്റെ ക്ലോൺ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു വെബ്സൈറ്റിന്റെ ക്ലോൺ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് അവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ട് ആ ലിങ്ക് വഴി ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ നോക്കുന്നതിനെ എന്താ പറയുന്നത്, നമ്മളതിനെ വെബ് ജാക്കിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. വെബ് ജാക്കിംഗ് എന്നാണ് ഇതിന്റെ ആൻസർ. ഇവിടെ വെബ്സൈറ്റിന്റെ ക്ലോൺ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വെബ് ജാക്കിംഗ് ഇതിനെ പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള സലാമി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുമ്പോഴത്തേന് ബാങ്കിനെ അറ്റാക്ക് ചെയ്യുന്ന, ബാങ്കിലുണ്ടാകുന്ന സൈബർ അറ്റാക്ക് ആണ് എന്ത്, സലാമി അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്കിന്. ഈ റാൻസം വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുമില്ല, നമ്മുടെ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ ഈ പറഞ്ഞ അറ്റാക്കർ എന്ത് ചെയ്യും, അത് സ്റ്റീൽ ചെയ്തിട്ട് അത് എൻക്രിപ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് പറയും നിങ്ങൾക്ക് ആ ഡേറ്റ തിരിച്ച് ഡീക്രിപ്റ്റ് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ ക്യാഷ് തരണം. അതാണ് ഈ പറഞ്ഞിട്ടുള്ള റാൻസം വെയർ. തെറ്റിക്കരുത്. ഒന്നുമില്ല, ഒരു ഡേറ്റ അവർ സ്റ്റീൽ ചെയ്തിട്ട് അത് എൻക്രിപ്റ്റ് ചെയ്ത് വെക്കും, നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ക്യാഷ് തരണമെന്നും പറയും. അതുപോലെ തന്നെ ഡീക്രിപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ക്യാഷ് തരണം. അതാണ് ഈ പറഞ്ഞിട്ടുള്ള റാൻസം വെയർ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി, സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് പറയും എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കി, പല ടൈപ്പ് സോഫ്റ്റ്വെയർസ് ഉള്ളതാണ്. ഇതിനകത്ത് പറയുമ്പോഴത്തേക്കിന് സ്വതന്ത്രമായി ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പറ്റുന്ന സോഫ്റ്റ്വെയർ നമ്മൾ എന്താ വിളിക്കുന്നത്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. നമുക്കറിയാം ലിനക്സ് എന്നുള്ളത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതാണ് ഇതിന്റെ ആൻസർ. ഈ പറഞ്ഞ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഈ ലൈസൻസ് കൊടുത്ത് വാങ്ങിക്കുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം എന്ത് തന്നെയാണ്, പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർസ് ആണെന്ന് ഓർത്തിരിക്കുക. അതിനെന്താണ്, അതിന്റെ ഓണറിന്റെ കയ്യിലായിരിക്കും ഇതിന്റെ സോഴ്സ് കോഡ് ഇരിക്കുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഒക്കത്തില്ല. നമുക്കത് ലൈസൻസ് കൊടുത്ത് വാങ്ങിക്കാൻ ഒക്കുന്നതാണ് ഈ പറഞ്ഞ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ. നമ്മുടെ ഫോട്ടോഷോപ്പ്, അതുപോലെ എന്താണ് മൈക്രോസോഫ്റ്റിന്റെ ഫുൾ പാക്കേജ്, അതൊക്കെ എന്ത് തന്നെയാണ്, പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർസ് ആണ്. ഈ പറഞ്ഞ പാക്കേജ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാലും എന്ത് വരും, ഒരു ഫുൾ പാക്കേജ് ആയിട്ട് വാങ്ങിക്കുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോഴത്തേക്കിന് പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ആണ്, കാര്യം ലൈസൻസ് കൊടുത്താണ് വാങ്ങിക്കുന്നത്. അത് കൂടാതെ ഇത് പാക്കേജ് സോഫ്റ്റ്വെയർ ആണ്, കാര്യം നമ്മൾ ഒരു സിസ്റ്റത്തിൽ OS ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ മൈക്രോസോഫ്റ്റിന്റെ ഫുൾ പാക്കേജ് ആണ്, ആ സ്യൂട്ട് ഫുൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ എന്താണ്, ഇത് പാക്കേജ് സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഇനിയും ഈ പറഞ്ഞ മിഡിൽ വെയർ എന്നൊരു സംഭവം ഉണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തിരിക്കുക. മിഡിൽ വെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് എന്നൊരു സാധനമുള്ള API എന്നുള്ള സംഭവമൊക്കെ എന്താണ്, മിഡിൽ വെയറിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. API എന്ന് പറഞ്ഞാൽ മിഡിൽ വെയറിന്റെ എക്സാമ്പിൾ ആണെന്ന് ഒന്ന് ഓർത്തിരിക്കണേ. ഒന്നുമില്ല, ഇത് കണ്ടില്ല, നമുക്കെന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു ആപ്ലിക്കേഷനും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഇടയ്ക്ക് ഇവിടെ ഉണ്ട്, നമ്മൾ എഴുതിയിട്ടുണ്ട്. രണ്ട് മിഡിൽ വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷനും ഇടയ്ക്ക് ഒരു ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ മിഡിൽ വെയർ എന്ന് പറയുമ്പോഴത്തേന് കേട്ടോ. അപ്പം മിഡിൽ വെയർ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് എന്നൊരു സംഭവം ഉണ്ട്, അതെന്തിന് എക്സാമ്പിൾ ആണ്, നമ്മുടെ മിഡിൽ വെയറിന്റെ എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റൻ നോക്കി, നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, ഈ പറഞ്ഞിട്ടുള്ള ലാരി പേജും സെർജി ബ്രയാനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റനെ. സെർച്ച് എഞ്ചിൻ ആണ്, എന്തല്ല, ബ്രൗസർ അല്ല. സെർച്ച് എഞ്ചിൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റൻ. ഈ ലാരി പേജിന്റെയും സെർജി ബ്രയാനെയും സെർച്ച് എഞ്ചിന്റെ പേരെന്താണ്, ഗൂഗിൾ ആണ് കേട്ടോ. ഗൂഗിൾ ആണ് ഈ പറഞ്ഞിട്ടുള്ള ലാരി പേജിന്റെയും സെർജി ബ്രയാനെയും സെർച്ച് എഞ്ചിൻ. തെറ്റിക്കരുത്. ഈ പറഞ്ഞിട്ടുള്ള സെർച്ച് എഞ്ചിനും നമ്മുടെ ബ്രൗസറും തമ്മിലുള്ള ഡിഫറൻസ് അറിയണം. നമ്മൾ ഈ കാണുന്നത് ഈ ക്രോം എന്ന് പറഞ്ഞ സാധനം, ഇതെന്താണ്, ഈ സാധനം വെബ് ബ്രൗസർ ആണ്. നമ്മൾ ഈ പറയുന്ന ഓപ്പറ എന്നുള്ള വെബ് ബ്രൗസർ ആണ്. എന്താണ്, മോസില്ല ഫയർഫോക്സ് എന്നുള്ള വെബ് ബ്രൗസർ ആണ്. നമ്മുടെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, അതെല്ലാം എന്ത് തന്നെയാണ്, അത് വെബ് ബ്രൗസർ ആണ് കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള ഗൂഗിളും യാഹുവും ബിങ്കും സഫാരി ഒക്കെ എന്താണ്, സഫാരി സെർച്ച് എഞ്ചിൻ അല്ല. സഫാരി എന്ന് പറയുമ്പോഴത്തേക്കും അത് വെബ് ബ്രൗസർ ആണ് കേട്ടോ. സഫാരി എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ, നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഉള്ളത് തന്നെയാണ് ഈ സംഭവം. ഈ പറഞ്ഞിട്ടുള്ള ഗൂഗിൾ ക്രോം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഓപ്പേറ, സഫാരി, ഇതെല്ലാം എന്ത് തന്നെയാണ്, വെബ് ബ്രൗസേഴ്സ് ആണ് കേട്ടോ. ഈ സഫാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിന്റെ ഡിവൈസസിൽ മാത്രമുള്ള സെർച്ച് ബ്രൗസർ ആണ് എന്ത്, നമ്മുടെ സഫാരി എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഡിവൈസസിൽ മാത്രമുള്ള എന്താണ്, വെബ് ബ്രൗസർ ആണ് നമ്മൾ ഈ പറയുന്ന സഫാരി എന്ന് പറയുമ്പോഴത്തേന് കേട്ടോ. അപ്പൊ ഓർത്തിരിക്കണം. അതുപോലെ സഫാരിയാണ് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സഫാരിയാണെന്ന് ഓർത്തോണം കേട്ടോ. അപ്പൊ ഇതാണ് എന്ത്, ബ്രൗസർ എന്നുള്ള സംഭവം. തെറ്റിക്കരുത്, ബ്രൗസറും സെർച്ചും തമ്മിൽ തെറ്റിക്കാൻ പാടില്ല. ഇത് ഇത്രയൊക്കെയാണ് ബ്രൗസർ എന്നുള്ള സംഭവമേ. ക്ലിയർ അല്ലേ? നോക്കി, നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞിട്ടുള്ള ഗൂഗിൾ എന്ന് പറയുമ്പോഴത്തേന് ലാരി പേജിന്റെയും സെർജി ബ്രയാന്റെ ആണെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ബിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ ആണ്. എന്ത്, ബിങ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേന്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ബ്രൗസർ ആണ്, ആ ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മേളിൽ കാണുന്ന സെർച്ച് എഞ്ചിൻ എന്താണ്, ബിങ് ആണ് കേട്ടോ. ബിങ് എന്ന് പറയുമ്പോൾ അത് മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ ആണ്. എന്ത്, ബിങ് എന്ന് പറയുമ്പോഴത്തേക്കിന് തെറ്റിക്കരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഈ പറഞ്ഞ ആക്റ്റീവ് ഹബിന്റെ
സവിശേഷത എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആക്റ്റീവ് ഹബിന്റെ സവിശേഷത എന്താണെന്ന് അതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കി, ഇന്ന് ഓർത്തിരിക്കുക, നമ്മൾ പറഞ്ഞു ഹബ് എന്ന് പറയുന്ന സംഭവം നെറ്റ്വർക്ക് ഡിവൈസസിന് ആ നെറ്റ്വർക്ക് എന്നുള്ള സെക്ഷനകത്ത് വരുന്ന സംഭവമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ പറഞ്ഞു ഈ ഹബ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഹബ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടാതെ പാസീവ് ഹബ്ബാണ്. ഇനി ആക്റ്റീവ് ഹബ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ വയറിംഗ് സെന്റർ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വയറിംഗ് സെന്റർ എന്ന് പറയുന്നത്. ഈ വയറിംഗ് മാത്രമല്ല, പിന്നെ എന്തോ ചെയ്യും ആക്റ്റീവ് ഹബ്ബ്, റിപ്പീറ്ററിന്റെ ഫംഗ്ഷൻ ഉള്ള റിപ്പീറ്റർ എന്താ ചെയ്യുന്നത്, സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടുക അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ആക്റ്റീവ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഈ വയറിങ്ങും ചെയ്യും, അതുപോലെ തന്നെ റിപ്പീറ്ററിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ റെപ്പറ്റീഷൻ ഉള്ള സെന്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആക്റ്റീവ് ഹബ്ബ് കേട്ടോ. നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതെല്ലാം ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കണേ, ഹൈബ്രിഡ് ക്ലൗഡ് എന്ത് ആക്സസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഹൈബ്രിഡ് ക്ലൗഡ് ഈസ് യൂസ് ടു ആക്സസ് എന്തൊക്കെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, എന്താണ് ആൻസർ? ഓർത്തിരിക്കുക, ഈ പറഞ്ഞ ലോക്കൽ റിസോഴ്സസും റിമോട്ട് റിസോഴ്സസും ആക്സസ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹൈബ്രിഡ് ക്ലൗഡ് എന്നുള്ളൊരു സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ആക്റ്റീവ് ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ ഹബിന്റെ വയർ എന്നുള്ള പരിപാടിയും ചെയ്യും, അതിന്റെ കൂടെ തന്നെ റിപ്പീറ്റർ ആയിട്ട് ഒരു വർക്ക് ചെയ്യുന്ന സംഭവമാണിത് ആക്റ്റീവ് ഹബ് എന്ന് പറയുമ്പോഴത്തേക്കിന്. ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലോക്കൽ റിസോഴ്സസും റിമോട്ട് റിസോഴ്സസും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണിത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹൈബ്രിഡ് ക്ലൗഡ് എന്നുള്ള സെക്ഷനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെട്രോപൊളിറ്റൻ ഏരിയ അല്ല മാൻ എന്ന് പറയുമ്പോഴത്തേക്കിന് മാനിന്റെ സൈസ് എന്തിൻ്റെയൊക്കെ ഇടയ്ക്കാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ നെറ്റ്വർക്കിന്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞിട്ടുള്ള മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന്റെ സൈസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാമോ അതിന്റെ ആൻസർ എന്താണെന്ന്? പറയാമോ എന്താണ് ആൻസർ? നമുക്കറിയാം, ഇതാണ് ഇതിന്റെ ആൻസർ അല്ലേ. നമുക്ക് എപ്പോഴും അറിയാവുന്ന കേസാണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പാനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പാൻ കഴിഞ്ഞിട്ട് വരുന്നതാണെന്ന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നുള്ള സെക്ഷൻ. അത് കഴിഞ്ഞിട്ടാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന സംഭവമാണിത് വാൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള ആ ഒരു സ്ലൈഡ് ഞാൻ കാണിക്കും. നോക്കി, ഇത് ഈ പാരാമീറ്റർ ടെക്സ്റ്റിനകത്ത് അതുപോലെ ഉള്ളതാണ്. ഓർത്തിരിക്കുക, ഏറ്റവും ചെറിയ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സംഭവമാണിത് നമ്മുടെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കിന് അത് മാക്സിമം 10 മീറ്റർ റേഡിയസ് ആണ്. ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ എവിടെ, പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ് കേട്ടോ ഇതൊക്കെ. ഓർത്തിരിക്കുക, പാൻ എന്ന് പറഞ്ഞ ആ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേന് എന്താണ് അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ മാക്സിമം 10 മീറ്റർ ആണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതെന്ന് പറയുമ്പോൾ എന്തുവരെ പോകുന്നുണ്ട്, 10 കിലോമീറ്റർ വരെ പോകും. ഈ പറഞ്ഞ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കിന് 100 കിലോമീറ്റർ റേഡിയസ് വരെ പോകുന്നതാണ്. ഈ വാൻ എന്ന് പറയുമ്പോഴത്തേന് ഏറ്റവും വലുത് വയർ നെറ്റ്വർക്ക് ആണ്. നമ്മൾ ഈ പറഞ്ഞ ഇന്റർനെറ്റ്, അത് നമ്മുടെ ATM സർവീസ്, അതൊക്കെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള വാനിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. വാനിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ATM സർവീസ്. നമ്മൾ ഈ പറഞ്ഞ ഓൺലൈൻ നടക്കുന്ന ട്രാൻസാക്ഷൻ അതെല്ലാം എന്ത് തന്നെയാണ്, വാനിൻ്റെ അണ്ടറിൽ വരുന്നതാണെന്ന് ഓർത്തിരിക്കുക. അത് അറിയേണ്ട വേറൊരു സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിലാണ് എന്ത് നമ്മുടെ ട്രാൻസാക്ഷൻ സ്പീഡ് ഏറ്റവും കൂടുതൽ എവിടെയാണ്, ഈ പറഞ്ഞിട്ടുള്ള പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിലാണ്. കാര്യം അതിൻ്റെ റേഡിയസ് വളരെ കുറവാണ്. അപ്പോൾ നോക്കി, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മാൻ എന്ന് പറയുമ്പം എന്തിൻ്റെയൊക്കെ ഇടയ്ക്കായെന്നാണ് പോത്തിരിക്കുക. ഈ പറഞ്ഞ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെയും വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെയും ഇടയിലുള്ള സംഭവമാണിത് മെട്രോപൊളിറ്റൻ ഏരിയ. ഇത് ഒരു സിറ്റിയിലൊക്കെ യൂസ് ചെയ്യുന്നത് മാനാണ് കേട്ടോ. നമ്മളിത് പേഴ്സണൽ ഏരിയയ്ക്ക് മാത്രമേ യൂസ് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ലാൻ യൂസ് ചെയ്യാം. ഇത് ടെക്സ്റ്റിലുള്ള ഒരു സ്ലൈഡാണിത്, അത് ഓർത്തിരിക്കുക, തെറ്റിക്കരുതേ. ഇത് രണ്ടും സ്പീഡ് കൂടുതലാണ്. ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഏരിയ കൂടുതലനുസരിച്ച് സ്പീഡ് കുറയുന്ന ഓർത്തിരിക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, TCP/IP പ്രോട്ടോകോൾ വാസ് ഡെവലപ്ഡ് ബൈ. TCP/IP പ്രോട്ടോകോൾ ഇൻവെന്റ് ചെയ്തവരുടെ പേരാണ്. പറയാം ആരാണ് TCP/IP ആരാ കൊണ്ടുവന്നത്? നമുക്കറിയാം, ഈ പറഞ്ഞിട്ടുള്ള വിൻസെന്റ് സെർഫും ബോബ് കാനും തന്നെയാണ് എന്ത് വന്നിരിക്കുന്നത്, TCP/IP കൊണ്ടുവന്നിരിക്കുന്നത്. TCP/IPയുടെ ഫുൾ ഫോം എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ / ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ / ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ് TCP/IPയുടെ ഫുൾ ഫോം. നമ്മുടെ നെറ്റ്വർക്കിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ഫുൾ നടക്കുന്നത് ഈ പറഞ്ഞ TCP/IP ഫോളോ ചെയ്തിട്ടാണ് ഓർത്തിരിക്കുന്നത് കേട്ടോ. അപ്പം തെറ്റിക്കരുത്. വിൻസെന്റ് സെർഫിന്റെയും ബോബ് കാന്റെയും ആണ് എന്ത് TCP/IP എന്നുള്ള സംഭവം. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ക്ലാസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം, ഒരു റിവിഷൻ പോലെ. കാര്യം വിൻസെന്റ് സെർഫിന്റെ ബോബ് കാന്റെയൊക്കെ കുറേ ഇൻവെൻഷൻസ് വേറെ ഉള്ളതാണ്. ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി ഒന്നും ഈ IT-മായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പേരുകളാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ISDN സർവീസസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ISDN സർവീസസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാമോ എത്ര എണ്ണമാണ് ISDN സർവീസ് ഉള്ളത്?
3 ടൈപ്പാണ് കേട്ടോ. ഇനീഷ്യലി ISDN-നകത്ത് 2 സംഭവമാണ്. അത് ഡേറ്റയും വോയിസും മാത്രമേ ഒക്കത്തുള്ളായിരുന്നു. ഇപ്പം ഡേറ്റയുടെയും വോയിസിനെയും കൂടെ വീഡിയോ എന്നൊരു സംഭവം കൂടെ ISDN-ലുണ്ട്. അതുകൊണ്ട് എന്ത് പറയാം, നമുക്ക് 3 സർവീസസ് ആണ് എന്തോ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ISDN പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ISDN-ന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നാണ് കേട്ടോ, മറന്നു പോരുത്. എന്താണ് ISDN-ന്റെ ഫുൾ ഫോം? എന്താണ്? ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നാണ്. എന്താണ്? ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നാണ് ISDN-ന്റെ ഫുൾ ഫോം കേട്ടോ. ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ISDN-ന്റെ ഫുൾ ഫോമേ. വെബ് 2.0 എന്നുള്ള ടേം 1999 ആദ്യമായിട്ട് യൂസ് ചെയ്ത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വെബ് 2.0 എന്നുള്ള ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ഡാസി ഡിനൂക്കിയാണെന്ന് ഓർത്തിരിക്കുക. ഡാസിയാണ് ആദ്യമായിട്ട് വെബ് 2.0 എന്നുള്ള ടേം 1999 യൂസ് ചെയ്യുന്നത്. 2004 പ്രചാരത്തിൽ വന്നൊരു ടേം ആണ്, ഓർത്തിരിക്കുക. വെബ് 2.0 കേട്ടോ. വെബ് 2.0 എന്ന് പറഞ്ഞാൽ ഡാർസിയാണ് ആദ്യമായിട്ട് ആ വേർഡ് യൂസ് ചെയ്യുന്നത്, മനസ്സിലാക്കിയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. മോസില്ല ഫയർഫോക്സ് ഓപ്പൺ സോഴ്സ് വെബ് ബ്രൗസർ ഡെവലപ്പ് ബൈ മോസില്ല ഫൗണ്ടേഷൻ ആൻഡ് മോസില്ല കോർപ്പറേഷൻ ഇൻ ദി ഇയർ. ഈ പറഞ്ഞ മോസില്ല ഫയർഫോക്സ് ഏത് ഇയറിലാണ് ഡെവലപ്പ് ചെയ്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് വർഷം? ഓർത്തിരിക്കുക. മോസില്ല ഫയർഫോക്സ് വരുന്നത് എന്നാണ്? 2004 കേട്ടോ. എന്നാണ് മോസില്ല ഫയർഫോക്സ് വരുന്നത്? 2004 എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എന്താണ് എതർനെറ്റ് ടെക്നോളജി? നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞ എതർനെറ്റ് ടെക്നോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വൈഫൈ വഴിയാണോ കേബിൾ വഴിയാണോ ഒന്ന് ഓർത്തിരിക്കുന്നത്? നമുക്കറിയാം എതർനെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വയർ എടുത്ത് കണക്ട് ചെയ്യുന്നതാണ് എതർനെറ്റ് എന്ന് പറയുന്ന സംഭവം. നമ്മൾ റൂട്ടറിലൊക്കെ എതർനെറ്റ് കേബിൾ വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ കണക്ട്, ഹബ്ബിലൊക്കെ എതർനെറ്റ് കേബിൾ വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ ഇൻഡിവിജ്വലി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക എതർനെറ്റ് എന്ന് പറയുമ്പോൾ കേബിൾ വഴി കണക്ട് ചെയ്യുന്ന സംഭവമാണെന്ന് എതർനെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് ആൻസർ എന്താണ്? കേബിൾ എന്നാണ് കേട്ടോ. കേബിൾസ് വഴിയാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്, എതർനെറ്റ് ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. വൈഫൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈഫൈയുടെ ഫുൾ ഫോം എന്താണ്? വയർലെസ് ഫിഡിലിറ്റി എന്നാണ് കേട്ടോ. വയർലെസ് ഫിഡിലിറ്റി എന്നാണ് വൈഫൈയുടെ ഫുൾ ഫോം. വൈഫൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എന്താണ്? അത് കേബിൾ വഴിയല്ല. ഇപ്പം ഞാൻ ബ്ലൂടൂത്തോ വൈഫൈയോ വൈമാക്സോ അങ്ങനെയുള്ള സാധനം ഒന്നും എന്തല്ല, നമ്മൾ കേബിൾ വഴി വർക്ക് ചെയ്യുന്ന സാധനമല്ല. ഓർത്തിരിക്കുക എതർനെറ്റ് എന്ന് പറയുമ്പോൾ കേബിൾ വെച്ച് നമ്മൾ ചെയ്യുന്ന ടെക്നോളജിയാണ് എതർനെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനെ. വൈഫൈയുടെ ഫുൾ ഫോം എന്താണ്? വയർലെസ് ഫിഡിലിറ്റി എന്നാണ്. എന്താണ്? വയർലെസ് ഫിഡിലിറ്റി എന്നാണ് വൈഫൈയുടെ ഫുൾ ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞു സൈബർ ക്രൈംസ് എന്നുള്ള സെക്ഷൻ ഉണ്ട്, IT ആക്ടിന് ഒരു സെക്ഷൻ ഉള്ളതാണ്. ഇതിൽ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ്? ഇതാണ് കേട്ടോ. 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും എന്നാണ് കേട്ടോ. 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. അതാണ് കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്താലുള്ള ശിക്ഷയാണ് കേട്ടോ. നമുക്കറിയാം നമ്മുടെ സൈബർ ക്രൈംസ് പറഞ്ഞിട്ട് കുറെ ക്രൈംസ് ഉണ്ട്. ഞാൻ 2-3 ക്രൈംസ് പറഞ്ഞിരിക്കുക, നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്കറിയാം ഈ ഹാക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തുണ്ട്? 3 ടൈപ്പിൽ ഹാക്കിംഗ് ഉള്ളതാണ്. എന്തൊക്കെയാണ്? നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് ഹാറ്റ് എന്നൊരു സാധനമുണ്ട്. നമ്മുടെ വൈറ്റ് ഉണ്ട്, ഒരു ഗ്രേ ഹാറ്റ് ഉണ്ട് കേട്ടോ. ഇതെന്ന് പറയുമ്പോഴത്തേന് വൈറ്റ് ഹാറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ലീഗലായിട്ടുള്ള സാധനത്തിന് ഹാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? അത് ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറയുമ്പോഴത്തേന് ഇല്ലീഗലായിട്ട് ഹാക്ക് ചെയ്യുന്നതാണ് ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറയുമ്പോൾ. ഗ്രേ ഹാറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് അവർ എന്താണ്? അത് ഇല്ലീഗലാണ്, പക്ഷേ നല്ല പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഇത് ചെയ്യുന്നത്. അതാണ് ടൈപ്സ് ഓഫ് ഹാക്ക് എന്ന് പറയുമ്പോഴത്തേക്കിന്. ഒന്ന് ഓർത്തിരിക്കുക, ഹാക്ക് ചെയ്യുമ്പോൾ ഉള്ള പിഴ എത്രയാണ്? ഒന്നില് 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ ഈ രണ്ടും കൂടെ കിട്ടും. എന്താണ്? 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പെനാൽറ്റി അല്ലെങ്കിൽ ബോത്ത് എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ കേട്ടോ. ക്ലിയർ അല്ലേ? അതുപോലെ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞിട്ടുള്ള സ്പാമിംഗ് ഉണ്ട്, സ്പൂഫിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട് അല്ലേ? സ്പാമിംഗ് എന്ന് പറയുമ്പോൾ സ്പാമിംഗ് ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് സ്പാമിംഗ് എന്നുള്ള സംഭവം. ഓർത്തിരിക്കുക, സ്പാമിംഗ് കമ്പ്യൂട്ടർ ക്രൈംസിന്റെ സെക്ഷനിൽ വരുന്നതാണ് സ്പാമിംഗ് എന്നുള്ള സംഭവം നോക്കിയിരിക്കുക. എന്ന് പറയുമ്പോഴത്തേന് ഇമെയിൽ നമുക്ക് ഇമെയിൽ എടുക്കുമ്പോൾ അറിയാം ചില സർവീസസിന്റെ ഇമെയിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് ഇങ്ങനെ ഒത്തിരി മാസമായിട്ട് സെൻഡ് ചെയ്യും. അതാണ് ഈ പറഞ്ഞ സ്പാമിംഗ് എന്ന് പറയുമ്പോഴത്തേന്. പിന്നെ സ്പൂഫിങ്ങും ഫിഷിങ്ങും ഉണ്ട്. ഇതിൽ ഫിഷിംഗ് ആണ് ക്രെഡിറ്റ് കാർഡിന് ഇൻഫോർമേഷൻ ചോദിച്ചിട്ടുള്ള രീതിയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇൻഫോർമേഷൻ ചോദിച്ച് പോകുന്ന സംഭവം എന്താണ്? അത് ഫിഷിംഗ് ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ പറഞ്ഞ സലാമി അറ്റാക്ക് എന്നൊരു സാധനമുണ്ട്. അതെന്ന് പറയുമ്പോൾ ബാങ്കിൽ നടക്കുന്ന സൈബർ ക്രൈംസ് ആണ് സലാമി അറ്റാക്ക് എന്ന് പറയുമ്പോൾ. പിന്നെന്താണ്? നമുക്കറിയാം ഈ പറഞ്ഞ സ്ക്വാട്ടിങ്ങും വാൻഡലിസവും എന്നുള്ള 2 സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതിലെന്ന് പറയുമ്പോൾ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഉള്ള വെബ്സൈറ്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ് ഉണ്ടാക്കിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ആമസോണൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിന് അതിന്റെ ഒറിജിനൽ സൈറ്റ് അല്ലാതെ സ്പോൺസേർഡ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വേറെ സൈറ്റ് വരത്തില്ല. അപ്പം ഈ പറഞ്ഞിട്ടുള്ള സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെബ്സൈറ്റിന്റെ മാസ്ക്രേഡിംഗ് ആണ് കേട്ടോ. ഒരു വെബ്സൈറ്റ് പോലെ വേറെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന പരിപാടിയാണ് എന്താ ഈ പറഞ്ഞിട്ടുള്ള സ്ക്വാട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇനി ഈ പറഞ്ഞിട്ടുള്ള സൈബർ വാൻഡലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒന്നുകിൽ ഒരു ഡേറ്റ ഡിസ്ട്രോയ് ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഡേറ്റ ഇരുന്ന കമ്പ്യൂട്ടർ ഫുള്ളായിട്ട് നശിപ്പിക്കുക. അതാണ് സൈബർ വാൻഡലിസം എന്ന് പറഞ്ഞാൽ. എന്താണ് സൈബർ വാൻഡലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ഡേറ്റ ഫുള്ളായിട്ട് നശിപ്പിക്കുക, അതല്ലെങ്കിൽ ആ ഡേറ്റ വെച്ചിരുന്ന PC കമ്പ്യൂട്ടർ ഫുള്ളായിട്ട് നശിപ്പിക്കുന്ന ഒരു സൈബർ ക്രൈം ആണ്. അതാണ് എന്ത് പറഞ്ഞ സൈബർ വാൻഡലിസം കേട്ടോ. നമ്മൾ പറഞ്ഞു സലാമി അറ്റാക്ക് എന്ന് പറയുമ്പോൾ ബാങ്കിനെ അറ്റാക്ക് ചെയ്യുന്ന സംഭവമാണ്. അത്രയൊക്കെയാണല്ലോ. പിന്നെ ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ഡേറ്റ ചേഞ്ച് ചെയ്യാൻ, ട്രാൻസ്മിഷന് മുമ്പും റിസപ്ഷന് മുമ്പും ഒരു ഡേറ്റ ഓൾട്ടർ ചെയ്യുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള സൈബർ ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേന് കേട്ടോ. പിന്നെ നമുക്കറിയാം പാസ്വേഡ് സ്നിഫർ ഒക്കെ അറിയാമല്ലോ. പാസ്വേഡ് സ്നിഫർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. സംഭവം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ സിസ്റ്റത്തിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് അവർക്ക് കിട്ടും. അതാണ് പാസ്വേഡ് സ്നിഫർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വെബ് ഹൈജാക്ക് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഇനി ഡിനയൽ ഓഫ് സർവീസ് എന്നൊരു സംഭവം ഉണ്ട്. ഇതെല്ലാം ആ ടെക്സ്റ്റിലുള്ളതാണ്. ഡിനയൽ ഓഫ് സർവീസിന്റെ ക്വസ്റ്റൻ ഒക്കെ പിന്നെ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ ഈ പറഞ്ഞ ഹാക്കിങ്ങിനുള്ള ഹാക്കിംഗ് എന്നുള്ളതിന്റെ ശിക്ഷ എന്ന് പറയുമ്പോഴത്തേന് 3 വർഷം തടവ്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ, അല്ലെങ്കിൽ രണ്ടും എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇനി മുൻകൂട്ടി അനുമതി ഇല്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് നമ്മുടെ IT ആക്ടിന്റെ എത്രാമത്തെ വകുപ്പ് പ്രകാരമാണ് സൈബർ കുറ്റം എന്നാണ് ക്വസ്റ്റ്യൻ. ഒരാളുടെ അനുമതി ഇല്ലാതെ ഒരാളുടെ സിസ്റ്റം ആക്സസ് ചെയ്യുന്നത് ഏത് വകുപ്പ് വഴിയാണ് കുറ്റം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എത്രയാണ് ഇതിന്റെ? നമുക്കറിയാം എന്താണ് പറഞ്ഞ സെക്ഷൻ 66 ആണ് കേട്ടോ. സെക്ഷൻ 66-നകത്ത് കുറെ സെക്ഷൻസ് ഉള്ളതാണ്. അതിനകത്ത് A എന്നുള്ള സെക്ഷനാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത്. അതിന്റെ കേസിന്റെ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടാണ്, ഓർത്തിരിക്കുക. സെക്ഷൻ 66 ആണ് എന്ത്, നമുക്ക് ഒരാളുടെ അനുമതി ഇല്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നാൽ അതെന്താണ്, ഒരു കുറ്റമാണെന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഈ വകുപ്പൊന്നും പറയാത്ത കാര്യം, ഇത് ഒത്തിരി ഉള്ളതാണ്. വേണമെങ്കിൽ നമുക്കൊരു സെക്ഷൻ സെപ്പറേറ്റ് എടുക്കാമേ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. എന്താണ് താഴെ പറയുന്നവയിൽ ഏത് സോഫ്റ്റ്വെയർ ആണ് ഡേറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്പ് കോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ ഒന്ന് പറയാം. ഓപ്പ് കോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റീഡബിൾ ആയിട്ടുള്ള ഫോമാറ്റ് അല്ല. ഓപ്പ് കോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഫോമാറ്റ് ആണ്. പിന്നെ ആൻസർ എന്താണ് പറയാം, എന്താണ് കമ്പൈലർ ആണ് കേട്ടോ. കമ്പൈലർ ആണെന്ന് ഓർത്തിരിക്കുക. കമ്പൈലർ ആണ് ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റയെ ഓപ്പ് കോഡായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആരാണ്? കമ്പൈലർ ആണ്. കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ ഒക്കെ എന്താണ്? അതെല്ലാം എന്താ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഒരു സെക്ഷൻ ഉള്ള സംഭവമാണ്. ഈ അസംബ്ലർ എന്താ ചെയ്യുന്നത്? അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കുന്ന ആളാണ് ആര്? അസംബ്ലർ. തെറ്റിക്കരുത്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആണ് ആര്? നമ്മുടെ അസംബ്ലർ എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇനി ഈ പറഞ്ഞ ഇന്റർപ്രറ്ററും കമ്പൈലറും ചെയ്യുന്നത് എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന കോഡ് എന്ന് പറയുമ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. നമുക്ക് ഇംഗ്ലീഷിലാണ് നമ്മൾ മിക്കവാറും ആ ഫോമാറ്റല്ല നമ്മൾ കോഡ് എഴുതുന്നത്. അപ്പം അത് ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്യുന്ന 2 ട്രാൻസ്ലേറ്റേഴ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഇന്റർപ്രറ്ററും കമ്പൈലറും. ഇനി ഇന്റർപ്രറ്ററിനും കമ്പൈലറും ഡിഫറൻസ് ചോദിച്ചിട്ടൊക്കെ ഉള്ളതാണ്, നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ അതൊക്കെ നോക്കി. ഈ ഇന്റർപ്രറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കോഡ് ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് എറർ ഉണ്ടെങ്കിൽ അത് അവിടെ നിൽക്കും. ആ എറർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ടാണത് റീഡ് ചെയ്തിട്ട് ലാസ്റ്റിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എറർ നോട്ടിഫൈ ചെയ്തിട്ടുള്ളൂ. അതാണ് വ്യത്യാസം. അപ്പോൾ ഓർത്തിരിക്കുക, കമ്പൈലർ ആണ് എന്തോ ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റയെ ഓപ്പ് കോഡായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്ട് കോഡായിട്ട് സ്റ്റോർ ചെയ്യുന്നവരാണ് കമ്പൈലർ ആണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ. താഴെ പറയുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ് ഇന്റലിജന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ പറഞ്ഞ റൂട്ടറും സ്വിച്ചും ഹബും ബ്രിഡ്ജും കുറെ പ്രശ്നം ഇനിയും ക്വസ്റ്റൻ ഉണ്ട് ഇതിന്റെ കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക. ഇതിന്റെ ആൻസർ ഞാൻ നോക്കി. ഇതിന് സത്യം പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് പ്രകാരം ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്വിച്ച് ഉണ്ടല്ലോ, സ്വിച്ചിന് സത്യം പറഞ്ഞാൽ ടെക്സ്റ്റിൽ എന്താണ് ഇന്റലിജന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്വിച്ചിനെ ഒരു ഇന്റലിജന്റ് ഡിവൈസ് തന്നെയാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മുടെ റൂട്ടറും ഇന്റലിജന്റ് ഡിവൈസ് ആണ്. സത്യം പറഞ്ഞാൽ രണ്ടുപേരും ഇന്റലിജന്റ് ഡിവൈസ് ആണ്. പക്ഷെ നമ്മുടെ ഈ പറഞ്ഞ PC-യുടെ കീ വെച്ചിട്ട് റൂട്ടർ മാത്രം, ഇതാണ് അതിന്റെ ആൻസർ കേട്ടോ. അങ്ങനെയാണ് PC-യുടെ കീക്കകത്ത് ഉണ്ടായിരുന്നത്. ഒന്ന് മാത്രം എന്നാണ്
എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതിനകത്ത് മോർ ഇന്റലിജന്റ് റൂട്ടർ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ തന്നെ. പോത്തിരിക്കുക ഈ പറഞ്ഞ രണ്ടും ഇന്റലിജന്റ് ആണ്, പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ടീച്ചർ കീ വെച്ചിട്ട് റൂട്ടർ മാത്രമാണ് എന്നുള്ളതാണ് കേട്ടോ. ടെക്സ്റ്റിനകത്ത് രണ്ടിന്റെ പേരുമുണ്ട്. പോത്തിരിക്കുക നമ്മൾ പറഞ്ഞാണ് ഈ ഹബ് എന്താണ് സ്വിച്ച് എന്താണെന്നൊക്കെ. ഹബ് എന്തോ ചെയ്യുന്നത്, ഹബിലാണ് എന്ത് ചെയ്യുന്നത്, പല കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യുന്ന സംഭവമാണ് ഹബ്. പല കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യുന്ന സംഭവമാണ് ഹബ്. നമ്മൾ ഏതാണ്ട് കേബിൾ വെച്ച് കണക്ട് ചെയ്യും. ഹബ് കഴിഞ്ഞ് തൊട്ട് താഴെ വരുന്ന സംഭവമാണ് എന്ത്, തൊട്ടടുത്ത സാധനം സ്വിച്ച് ആണ്. ഹബ് കഴിഞ്ഞാൽ സ്വിച്ച് ആണ് കേട്ടോ. ഹബ് കഴിഞ്ഞാൽ അടുത്ത് വരേണ്ട ആരാണ്, സ്വിച്ച് ആണെന്ന് ഓർത്തിരിക്കുക. ഈ സ്വിച്ച് ഹബിനെക്കാട്ടിലും ഇന്റലിജന്റ് ആണ്. കാര്യം ഇതിന് ഏത് സ്ഥലത്തോട്ടാണ്, ഏത് കമ്പ്യൂട്ടറിലോട്ടാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് അറിയാം. അത് കഴിഞ്ഞ് വരുന്ന സംഭവമാണ് എന്ത്, ബ്രിഡ്ജ് കേട്ടോ. അത് കഴിഞ്ഞ് വരുന്ന സാധനമാണ് ബ്രിഡ്ജ്. എന്തിനാ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്, ഒരു വലിയ നെറ്റ്വർക്കിനെ സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് ബ്രിഡ്ജ് എന്നുള്ള സംഭവം. ബ്രിഡ്ജ് ഞാൻ റിപ്പീറ്റിന്റെ കാര്യം പറയുന്നില്ല. ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് വരുന്ന സംഭവം എന്താണ്, റൂട്ടറാണ്. ബ്രിഡ്ജ് കഴിഞ്ഞ് വരുന്നതാണ് റൂട്ടർ. റൂട്ടർ കഴിഞ്ഞ് വരുന്നതാണ് ഗേറ്റ് വേ. അപ്പോൾ ഓർത്തിരിക്കുക, റൂട്ടർ ചെയ്യുന്നത് പല നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ സത്യത്തിൽ പറയാം, തൽക്കാലത്ത് അങ്ങനെ ഓർത്തിരിക്കുക. ഈ ഗേറ്റ് വേ ആണ് എന്ത്, പല പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യുന്ന ആരാണ്, അത് ഗേറ്റ് വേ ആണ്. പല പ്രോട്ടോകോൾ ഗേറ്റ് വേ എന്ന് ആലോചിച്ചിരിക്കുക. റൂട്ടർ എന്ന് പറയുമ്പോഴത്തേന് പല നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യും. തൽക്കാലത്തിന് അത് ഇച്ചിരി ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി. പല നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യുന്ന റൂട്ടറാണ്. ഹബ് എന്ന് പറഞ്ഞാൽ പല കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യും. ഹബിനേക്കാളും ഇന്റലിജന്റ് ആയിട്ടൊരു സംഭവമാണ് സ്വിച്ച്. പുള്ളിക്ക് എന്ത് മനസ്സിലാകും, ഈ പറഞ്ഞിട്ടുള്ള ആർക്കാണ് ഏത് കമ്പ്യൂട്ടറിനാണ് പാക്കറ്റ് എന്നുള്ളത് മനസ്സിലാകും. ഇനി ബ്രിഡ്ജ് ചെയ്യുന്ന വലിയൊരു നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്തിട്ട് കണക്ട് ചെയ്യും. അതാണ് ബ്രിഡ്ജ് സെഗ്മെന്റേഷൻ ചെയ്തിട്ട് അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ. റൂട്ടറാണ് പല നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യുന്നത്. ഇനിയും എന്താണ്, നമ്മുടെ ഗേറ്റ് വേ ആണ് പല പ്രോട്ടോകോൾസിനെ കണക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു റൂട്ടിനകത്ത് നമ്മൾ ടെക്നിക്കലി പറയുമ്പോൾ ഇച്ചിരി വ്യത്യാസമുണ്ട്, പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഈ പറഞ്ഞത് ഇന്റലിജന്റ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ റൂട്ടർ ആണെന്ന് തൽക്കാലത്തിന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ ഒന്ന് മാത്രം എന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള 1ഉം 2ഉം എന്നുള്ളതാണ് എൻ്റെ ആൻസർ കേട്ടോ. ഇനി നോക്കി, ഈ പറഞ്ഞിട്ടുള്ള ടോപ്പ് 500 റാങ്കിങ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാമോ? സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് പറയാം അതിന്റെ ആൻസർ എന്താണ്. നമുക്കറിയാം ഇതിന്റെ ആൻസർ ഫ്രണ്ടിയർ ആണ് കേട്ടോ. ഈ ഫ്രണ്ടിയർ HP എന്നുള്ള സംഭവമാണ് ഇപ്പോഴത്തെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ആരാണ്, ഫ്രണ്ടിയർ ആണെന്ന് ഓർത്തിരിക്കുക. ഇതിനകത്ത് അപ്പോൾ അഡീഷണൽ ആയിട്ട് അറിയേണ്ട 2-3 സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്നൊക്കെ അറിയാം. പരം 8000 ആണ് അല്ലേ. പരം 8000 ആണ് എന്ത്, പരം 8000 8K എഴുതാണ്. പരം 8000 ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇന്ത്യക്ക് ഇപ്പം 2 സംഭവങ്ങളുണ്ട്. ഒരു പ്രത്യുഷ് എന്നൊരു സംഭവമുണ്ട്. ഒരു പ്രത്യുഷ് എന്നൊരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്. പ്രത്യുഷ് എന്നൊരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്. അത് കൂടാതെ എന്താണ്, ഐരാവത് എന്നൊരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്. ഒന്ന് ഓർത്തിരിക്കുക, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ആരാണ്, ഐരാവതാണ് കേട്ടോ. ഐരാവതാണ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഈ പറഞ്ഞ പ്രത്യുഷ് എന്ന് പറയുമ്പോഴത്തേക്കിന് AI ബേസ്ഡ് ഡെവലപ്പ് ചെയ്തൊരു സംഭവമാണ് കേട്ടോ. AI ബേസ്ഡ് ഡെവലപ്പ് ചെയ്തൊരു കമ്പ്യൂട്ടറാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രത്യുഷ് എന്ന് പറയുമ്പോൾ. ഐരാവതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ. തെറ്റിക്കത്, ഫസ്റ്റ് വൺ എന്താണ്, പരം 8000 ആണ്. ഇപ്പോഴത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫ്രണ്ടിയർ USA ആണ്. ഫ്രണ്ടിയർ ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്കിന്. പ്രത്യുഷ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത, ഇന്ത്യയിലുള്ള AI ബേസ്ഡ് ഒരു സംഭവമാണ് ഈ പറഞ്ഞ പ്രത്യുഷ് എന്ന് പറയുമ്പോൾ. ഐരാവതാണ് ഇപ്പം എന്താണ് ഫാസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഓഫ് ഇന്ത്യ ആണ് ഐരാവതാണ്. ഇതിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കിന് അതൊന്ന് കേട്ടോണം. ഈ പറഞ്ഞിട്ടുള്ള ISRO ഡെവലപ്പ് ചെയ്ത ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്, ഓർത്തിരിക്കുക. സാഗ 220 എന്താണ്, സാഗ 220 എന്ന് പറഞ്ഞാൽ ISROയുടെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. എന്താണ് ഇത്, ISRO ഡെവലപ്പ് ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ആണ് എന്ത്, നമ്മുടെ സാഗ എന്നുള്ളത്. ISRO ഡെവലപ്പ് ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ആണ് എന്ത്, നമ്മുടെ സാഗ എന്നുള്ളത് ഓർത്തിരിക്കുന്നത്. ISROയുടെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് എന്ത്, സാഗ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനിയും ഇന്ത്യ ഡൊമസ്റ്റിക്കലി ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ്, മിഹിർ എന്നാണ് കേട്ടോ. എന്താണ്, മിഹിർ എന്നാണ്. മിഹിർ ഇന്ത്യ എന്താണെന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്താണ്, മിഹിർ ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. മിഹിർ ആണ് ഇന്ത്യ തദ്ദേശികമായി ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്, മിഹിർ ആണ് എന്ന് ഓർത്തിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിന്റെ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിന്റെ പേര് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാനിത് കുറച്ച് മുമ്പ് പറഞ്ഞാണ്. എന്താണ് ഇതിന്റെ ആൻസർ, ബിങ് ആണ്. നമ്മൾ പറഞ്ഞാണ് മൈക്രോസോഫ്റ്റിന്റെ ആണ് എന്ത്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന സംഭവം. ഇന്റർനെറ്റ് എക്സ്പ്ലോറിന്റെ അത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ബ്രൗസർ ആണ്. ഈ പറഞ്ഞ ക്രോമിന്റെ കൂട്ട്, നമ്മൾ ഈ ക്രോമിന്റെ കൂട്ടുള്ള ബ്രൗസറാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുമ്പോൾ. അത് എടുക്കുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് കാണുന്ന ബിങ് ആണ് കേട്ടോ. ബിങ് എന്ന് പറയുമ്പോൾ മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്ന ഒരു സെർച്ച് എഞ്ചിൻ ആണെന്ത്, ബിങ് എന്ന് പറയുമ്പോൾ. നോക്കി ഞാൻ എൻ്റെ പടം കാണിക്കാം. ഇതെല്ലാം സെർച്ച് എഞ്ചിനാണ്. ഈ കാണിച്ചിരിക്കുന്ന ഫുൾ ഫിഗർ എന്ന് പറയുമ്പോൾ സെർച്ച് എഞ്ചിനാണ്. ഗൂഗിൾ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ്. ഗൂഗിൾ ക്രോം ആണ് എന്ത്, വെബ് ബ്രൗസർ. തെറ്റിക്കരുത്, ഗൂഗിൾ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ്. ഗൂഗിൾ ക്രോം ആണ് എന്ത്, വെബ് ബ്രൗസർ.
നമ്മൾ ബ്രൗസർ എടുത്തിട്ടാണെങ്കിൽ ഫോണിലാണെങ്കിൽ താഴെ കാണുന്നതാണ് ബ്രൗസർ. ഫോണിന്റെ മണ്ടയ്ക്ക് നമ്മളിങ്ങനെ സെർച്ച് ചെയ്യാൻ കഴിയുന്ന സാധനം അത് ഗൂഗിളാണ് സെർച്ച് എഞ്ചിനാണ്. താഴെ കാണുന്ന ആ കളറുള്ള സംഭവം, നമ്മളീ പറഞ്ഞ മഞ്ഞയും പച്ചയും റെഡ് കളറുള്ള സംഭവമാണ് ഗൂഗിൾ ക്രോം. അതെന്താണത്? അത് ബ്രൗസറാണ് കേട്ടോ. നമുക്ക് ഇനി ബിങ് എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനാണ്, മൈക്രോസോഫ്റ്റിനെയാണ്. യാൻഡെക്സ് എന്നുള്ളത് സെർച്ച് എഞ്ചിനാണ്. യാഹു സെർച്ച് എഞ്ചിനാണ്. ഈ പറഞ്ഞ ഡക്ഡഗോ സെർച്ച് എഞ്ചിനാണ്. ബൈഡു സെർച്ച് എഞ്ചിനാണ്. ഇത്രയും ചോദിച്ചിട്ടാണ്. ഈ പറഞ്ഞ വോവും മാസ്കും ചോദിച്ചിട്ടില്ല. ഓർത്തിരിക്കും, ഇത്രയും സെർച്ച് എഞ്ചിനാണ്, തെറ്റിക്കരുത്. ഞാൻ ആദ്യം പടം കാണിച്ച സഫാരി എന്നൊക്കെ ഉള്ള പറഞ്ഞ സംഭവം എന്താണ്? അത് ബ്രൗസറാണ്, ഇത് സെർച്ച് എഞ്ചിനാണ് കേട്ടോ. അപ്പൊ മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിനാണ് എന്ത്? ബിങ് എന്ന് പറയുമ്പോൾ. ഈ പറഞ്ഞ യാഹുവിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഫുൾ പേര് ഓർമ്മയില്ല, ജെറിയും ഡേവിഡും ആണ് കേട്ടോ. ഓർത്തിരിക്കും, ജസ്റ്റ് ഒന്ന് പറയാണ്. യാഹുവിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതാരാണ്? ജെറിയും ഡേവിഡുമാണ് ഈ പറഞ്ഞിട്ടുള്ള യാഹുവിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഓർത്തിരിക്കും, ജസ്റ്റ് പറയുന്നേ ഉള്ളേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, മെമ്മറിയുമായി ബന്ധപ്പെട്ട SSDയുടെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. SSDയുടെ ഫുൾ ഫോം എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് എന്നാണ് കേട്ടോ. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ് SSDയുടെ ഫുൾ ഫോമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഫൈബർ ഓപ്റ്റിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫിസിസിസ്റ്റ് ആരാണ്? ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫാദർ ഓഫ് ഫൈബർ ഓപ്റ്റിക്സ് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാം ആരാണെന്ന്. നരീന്ദർ സിംഗ് കബാനിയാണ്. ആരാണ്? നരീന്ദർ സിംഗ് കബാനിയാണ് എന്ത്? ഫൈബർ ഓപ്റ്റിക്സിന്റെ ഫാദർ എന്ന് പറയുന്നത്. ഫൈബർ ഓപ്റ്റിക്സിന്റെ ഫാദർ ആരാണ്? നരീന്ദർ സിംഗ് കബാനിയാണ്. ഏതൊക്കെയാണ് സെർച്ച് എഞ്ചിൻ ഓർത്ത് നോക്കി. സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്, ബിങ് സെർച്ച് എഞ്ചിനാണ്, യാൻഡെക്സ് ഉണ്ട്, ബൈഡു ഉണ്ട്, ഡക്ഡഗോ ഉണ്ട്. ഇതെല്ലാം സെർച്ച് എഞ്ചിനാണ്. ബ്രൗസർ എന്തൊക്കെയാണ്? ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഒരു ബ്രൗസറാണ്. ഞാൻ പറയാൻ കാര്യം ഇത് ഒത്തിരി പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, തെറ്റിക്കുന്ന സാധനമാണ്. ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് എന്താണ്? സെർച്ച് എഞ്ചിനാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ ആണ്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്നൊരു സംഭവം ഉണ്ട്. പിന്നെ മോസില്ല ഫയർഫോക്സ് ഉണ്ട്, ഓപ്പേറ ഉണ്ട്, സഫാരി ഉണ്ട്. ഇതെല്ലാം ബ്രൗസറാണ്. ഫാസ്റ്റസ്റ്റ് ബ്രൗസർ ആണ് എന്ത്? നമ്മുടെ സഫാരി എന്ന് പറയാം. ആപ്പിൾ ഡിവൈസിലുള്ള സാധനം എന്താണ്? അത് അവിടെയുള്ള ബ്രൗസറാണ് എന്ത്? നമ്മുടെ സഫാരി എന്ന് പറയുമ്പോഴത്തേന് കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി എന്താണ്? ഇത് എപ്പോഴും ആൾക്കാരെ തെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം സ്റ്റേറ്റ്മെന്റ് ടെക്സ്റ്റിൽ അതുപോലെ ഉള്ളതാണ്, തെറ്റിക്കാൻ പാടില്ല. എന്താണ് ക്വസ്റ്റ്യൻ? വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ജനറലി അറിയാവുന്ന സാധനം ക്യാഷ് ആണ്. പക്ഷെ ക്യാഷ് മെമ്മറി ഓർത്ത് വയ്ക്കുക, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി രജിസ്റ്റർ ആണ്. അപ്പൊ വിവരം നമുക്ക് സ്റ്റോർ ചെയ്യാൻ നമ്മൾ രജിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ രജിസ്റ്റർ ആണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും വേഗതയേറിയ വിവരങ്ങൾ സൂക്ഷിക്കുന്ന മെമ്മറി എന്ന് പറയുമ്പോൾ ആരാണ്? രജിസ്റ്റർ ആണ്. ഓർത്ത് ഈ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ ടെക്സ്റ്റിലുള്ളതാണ്. ഏറ്റവും വേഗതയേറിയ വിവരങ്ങൾ സൂക്ഷിക്കുന്ന മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? രജിസ്റ്റർ ആണെന്ന് ഓർത്തിരിക്കുക, തെറ്റിക്കാൻ പാടില്ല കേട്ടോ. അതെ, രജിസ്റ്റർ ആണ് കേട്ടോ. നോക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇന്റർഫേസ് നൽകുന്നത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇന്റർഫേസ് നൽകുന്നത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാമോ? ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് ആണോ എന്ന് ഡൗട്ട് വരും. പക്ഷെ അല്ല, നോക്കിയ സിസ്റ്റം കോൾ ആണ് കേട്ടോ. സിസ്റ്റം കോൾ ആണ് എന്തോ ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സർവീസസ് ആക്സസ് ചെയ്യാൻ ഇന്റർഫേസ് കൊടുക്കുന്നത് സിസ്റ്റം കോൾസ് ആണ്. അത് ത്രൂ API വഴിയാണ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ കറക്റ്റ് നോക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സർവീസസ് ആക്സസ് ചെയ്യുന്നതിനുള്ള ഇന്റർഫേസ് കൊടുക്കുന്നത് സിസ്റ്റം കോൾസ് തന്നെയാണ്. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് API വഴിയാണ് ഇവർ എന്തോ ചെയ്യുന്നത്. ഈ പറഞ്ഞിട്ടുള്ള നമുക്ക് ഈ സർവീസ് കിട്ടുന്നത് API വഴിയാണ്. പക്ഷേ സിസ്റ്റം കോളാണ് ഈ സംഭവം എന്ത് ചെയ്യുന്നത്? ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് ഒറ്റയടിക്ക് API ആണെന്ന് തോന്നും, പക്ഷേ അല്ല, സിസ്റ്റം കോൾ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, IPv4 അഡ്രസ്സിന്റെ ബിറ്റ് അഡ്രസ് എത്ര ആണെന്നുള്ളതാണ് ക്വസ്റ്റൻ. IPv4 എത്ര ബിറ്റ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റൻ. നമുക്കറിയാം IPv4 ഉണ്ട്, IPv6 ഉണ്ട്. അതിൽ IPv4 എത്ര ബിറ്റ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റൻ. എത്രയാണ് ആൻസർ? 32 ബിറ്റ് ആട്ടോ. IPv4 32 ബിറ്റ് ആണ്. IPv6 എത്രയാണ്? അത് 128 ബിറ്റ്സ് ആണ്. എന്ത്? IPv6 തെറ്റി. ഞാൻ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞില്ല, രജിസ്റ്റർ ആണോ ക്യാഷ് മെമ്മറി ആണോ എന്ന് ഡൗട്ട് വരുന്ന സംഭവം. ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചിരിക്കാം. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ രജിസ്റ്റർ ആണ്. ഇനിയും ഈ പറഞ്ഞിട്ടുള്ള ക്യാഷ് മെമ്മറി പറയുമ്പോഴത്തേന് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, CPUവിനും റാമിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ടെമ്പററി സ്റ്റോറേജ് ഏരിയ എന്ന് ചോദിച്ചാൽ അത് ക്യാഷ് മെമ്മറിയാണ്. CPUവിനും റാമിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ടെമ്പററി സ്റ്റോറേജ് ഏരിയ, CPUവിൻ്റെയും റാമിൻ്റെയും ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന
ടെമ്പററി സ്റ്റോറേജ് ഏരിയ എന്ന് ചോദിച്ചാൽ എന്തത് ക്യാഷ് മെമ്മറി ആണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഒരു സംഭവം ആക്സസ് ചെയ്യാൻ ജനറലി ക്യാഷ് മെമ്മറി ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഡേറ്റ എടുക്കുന്നത്. ഇവിടെ എന്താണ് ചോദിച്ചിരുന്നത്, വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയുടെ മെമ്മറി എന്ത് തന്നെയാണ്, അത് രജിസ്റ്റർ തന്നെയാണ്. തെറ്റിക്കരുത് കേട്ടോ, രജിസ്റ്റർ ആണെന്ന് ഓർത്തിരിക്കുക. IPv4 ആണ് 32 ബിറ്റ് ആണ്, IPv6 എന്ന് പറയുന്നതാണ് 128 ബിറ്റ്സ് ആണെന്ന് ഓർത്തിരിക്കണേ.